പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം ഡൽഹിയിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. യോഗത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിട്ടുണ്ട്. ബസന്ത്, രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. സർവകക്ഷി യോഗം ചേരണമെന്നുള്ളത് നേരത്തെ തന്നെ ഈ ഭീകരാക്രമണം നടന്നു എന്നുള്ള വാർത്ത പുറത്തുവന്ന സാഹചര്യത്തിൽ തന്നെ നേതാക്കളൊക്കെ ആവശ്യപ്പെട്ടതാണ്. എപ്പോഴാരംഭിക്കും? പാർലമെന്റ് അനക്സിലാണ് ഇപ്പോൾ സർവകക്ഷി യോഗം ചേരുന്നത്. എല്ലാ കക്ഷി നേതാക്കളെയും പാർലമെന്റ് അനക്സിലേക്ക് സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വിശദീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പഹൽഗാമുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ, പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കൈവശമുള്ള വിവരങ്ങൾ, മരിച്ചവരുടെ എണ്ണം, പരിക്ക് പറ്റിയവരുടെ എണ്ണം, എന്തെല്ലാം സഹായങ്ങളാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ വിശദീകരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പാകിസ്ഥാനെതിരെ എടുത്തിട്ടുള്ള നടപടികൾ, എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ, ചിലപ്പോൾ അവയെല്ലാം തന്നെ വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് പ്രധാനമന്ത്രിയാണ് എന്ന് ഇന്ന് രാവിലെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ ഒരു സംഭവം നടക്കുമ്പോൾ പ്രധാനമന്ത്രി തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യണമായിരുന്നു എന്നാണ് പാർട്ടി വക്താവ് ജയറാം രമേശ് വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ പാർലമെന്റ് അനക്സിൽ സർവകക്ഷി യോഗം ആരംഭിക്കും. ശരി, ബസന്താണ് വിവരങ്ങൾ നൽകിയത്.